ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇഹലോക ജീവിതം ധന്യമാകാൻ, അനുഗ്രഹപ്രദമാകാൻ, ദൈവരാജ്യത്തിൻ്റെ മുൻ അനുഭവം ഈ ഭൂമിയിൽ തന്നെ ലഭിക്കാൻ അങ്ങയുടെ പ്രബോധനങ്ങൾ കേൾക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ അരമണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സന്ദേശം സ്വീകരിച്ച് അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ കൃപാവരം സ്വർഗത്തിൽ നിന്ന് വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ മലമേലെ പ്രസംഗത്തിലെ ഒരു പോയിൻ്റ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മറുവശം, വേറെന്തെല്ലാം ഉണ്ടായിട്ടും പ്രയോജനമില്ലതാനും. ഹൃദയത്തിൽ സത്യവും നീതിയും വിശുദ്ധിയും ഇല്ലാത്ത മനുഷ്യൻ എന്ത് വേഷം കെട്ടിയാലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഭക്തൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെടാമെന്ന് മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ തനി നിറം പുറത്തു വരുമ്പോൾ, ആ വ്യക്തിയുടെ യഥാർത്ഥ രൂപം പുറത്തു വരുമ്പോൾ ആ വ്യക്തിക്ക് എവിടെയാണ് അഭയം കിട്ടുന്നത്? അതുകൊണ്ട് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഈശോയുടെ പ്രബോധനങ്ങൾ ഒന്നാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഞാനും എൻ്റെ ദൈവവുമാണ് അതറിയുന്നത്. ബാക്കി ഒരു പക്ഷേ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെങ്കിൽ ഒരു വിശുദ്ധനായിട്ടൊക്കെ അഭിനയിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കബളിപ്പിച്ച് കുറച്ച് നാൾ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയ ശുദ്ധി എന്ന് പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ കുറ്റിക്കാട്ടിൽ ആട് മേയ്ക്കാൻ പോയൊരു ബാലനെ ദൈവം പ്രവാചകനെ അയച്ച് വിളിപ്പിക്കുക. ഈ ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന് രാജാവായിട്ട് നിയോഗിച്ചു. ആ രാജാവാണ് ദാവീദ് രാജാവ്. പക്ഷേ നമ്മുടെ എല്ലാം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ ഈ നിധി എനിക്ക് ലഭിച്ചിരിക്കുന്ന മൺപാത്രത്തിലാണ്. ഏത് വിളി സഭയിൽ കിട്ടിയാലും ഏത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടാലും നമ്മളെക്കുറിച്ചുള്ള ബലഹീനത നമ്മൾ ഓർമ്മയുണ്ടാകണം. അതുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കും. ആ ബലഹീനതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വിളി കിട്ടിയ ദാവീദ് ഒരു ദുർബല നിമിഷത്തിൽ 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ താൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ പുഴക്കടവിൽ കുളിക്കുന്നൊരു സ്ത്രീയെ കാണുകയും അത് വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ ഒരു തകർച്ച സംഭവിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിൽ. പക്ഷേ ആ തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറാം? കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അത് വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ്. അവളുടെ ഭർത്താവ് യുദ്ധക്കളത്തിലാണ്, താൻ ഗർഭിണിയാണെന്നുള്ള വിവരമാണ് ആ സ്ത്രീ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദാവീദിൻ്റെ ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങുക. കാരണം എന്താണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 17 ഒരു തിരുവചനം പറയുന്നുണ്ട്. ഇന്ന് പലരും ആത്മഹത്യയും ഇതൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് ചാടി ആത്മഹത്യ ചെയ്യില്ല. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാപമാണ്. പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ആ മനുഷ്യനെ എങ്ങനെ ശിക്ഷിക്കുന്നെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 17 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അത് ആ രാജാവ് ചെയ്താലും പ്രജ ചെയ്താലും പാപം എന്ന് പറയുന്നത് അതിനകത്ത് ഭീരുത്വമുണ്ട്. ആത്മധൈര്യം നഷ്ടപ്പെടും. അതായത് എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നുള്ള ആ ചിന്ത പാപം ചെയ്തു കഴിയുമ്പോൾ നഷ്ടപ്പെടുക ചെയ്യുന്നു. അവിടെ പറയുകയാണ്, തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്, അത് തന്നെ ശിക്ഷിക്കുന്നു. അതിനുശേഷം പിന്നെ പറയുന്ന വചനം ഇങ്ങനെയാണ്, മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. അത് ചെറിയൊരു പ്രശ്നമായിരിക്കാം, പക്ഷെ പാപി അതിന് നോക്കുമ്പോൾ വലിയ ഹിമാലയം പോലെയാണ് ആ വ്യക്തിക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ, പാപിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് പർവ്വതീകരിക്കുന്നു. അതേസമയത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട മുൻപിൽ പർവ്വതം പോലുള്ള പ്രശ്നം വന്നാലും ആ വ്യക്തി പറയുന്നത് എന്താണ്? ഭയപ്പെട്ടില്ല, കുലുങ്ങില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ദാവീദ് തന്നെ ഒരിക്കൽ ദൈവത്തോട് കൂടിയിരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു സൈന്യം എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല. ആ ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഭയമായി. ഇത് പിടിക്കപ്പെടും, പേപ്പട്ടിയെ പല കല്ലെറിഞ്ഞു കൊല്ലും,
രാജാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്യൻ്റെ ഭാര്യയാണ് പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ തലപോഞ്ഞ് ആലോചിക്കുകയാണ്, ഇനി എന്താ വഴി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം. അതിന് അദ്ദേഹത്തിന് നിയമം അറിയാം. അന്നത്തെ നിയമം അനുസരിച്ച് ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം, പക്ഷെ കന്യകയായിരിക്കണം. ഇത് ഒരാളുടെ ഭാര്യയാണ്. ഇനി വിധവയെ കല്യാണം കഴിച്ചാൽ തെറ്റില്ല. ആ ദുഷ്ടതയും ചെയ്യാനായിട്ട് തയ്യാറായി. അവളുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ വിളിപ്പിക്കുന്നു, വീര്യമേറി വീഞ്ഞു കുടിപ്പിക്കുന്നു, അവധി പ്രഖ്യാപിക്കുക, വീട്ടിൽ പോയി ഒരാഴ്ച തങ്ങിയിട്ട് പോയാൽ മതി. ആ ആനുകൂല്യം ആ നാടിനോട് രാജ്യത്തോട് കൂറുള്ള പടയാളി സ്വീകരിക്കുന്നില്ല. അല്ലയോ രാജാവേ, എൻ്റെ സഹയോദ്ധാക്കൾ ഇഞ്ചിഞ്ചായിട്ട് പടപൊരുതി മരിച്ചു വീഴുമ്പോൾ എനിക്ക് എങ്ങനെ ഭാര്യയോടൊപ്പം സന്തോഷം പങ്കിടാൻ പറ്റും? വീട്ടിൽ പോയില്ല. അതിനുശേഷം കുറച്ചുകൂടി ദുഷ്ടത കാണിക്കാൻ തയ്യാറായി ഒരു എഴുത്തെഴുതി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. നീ യുദ്ധക്കളത്തിൽ ചെല്ലുമ്പോൾ ഈ എഴുത്ത് സൈന്യാധിപന് കൊടുക്കണം. സൈന്യാധിപൻ എഴുത്ത് തുറന്ന് വായിച്ചപ്പോൾ യുദ്ധം നടക്കുന്നിടത്ത് ഇവനെ മുൻനിരയിലേക്ക് തള്ളിവിടണം, ഇവൻ വെട്ടേറ്റ് മരിക്കണം. ഒരു പാപം മൂടി വയ്ക്കാൻ വേണ്ടി അറിഞ്ഞും കൊണ്ട് അറുകൊല ചെയ്യാൻ തയ്യാറായി. ഇത് ഓരോ മനുഷ്യൻ്റെയും ചിത്രമാണ്. ചെറിയ ചെറിയ പാപത്തിൽ കടന്ന് എന്ത് തിന്മയും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഇപ്പോൾ വീട്ടിലുള്ള ഭാര്യ വിധവയായി. വിധവയെ കല്യാണം കഴിച്ചാൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ആ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. കേട്ടവർ വാനോളം പുകഴ്ത്തി, നമ്മുടെ രാജാവ് എത്ര മഹാമനസ്കൻ. ഒരു പടയാളി യുദ്ധക്കളത്തിൽ മരിച്ചപ്പോൾ രാജകുടുംബത്തിൽ നിന്ന് രാജകുമാരിമാരെ സ്വീകരിക്കാമായിരുന്നിട്ടും ആ വിധവയെ രാജ്ഞിയായി സ്വീകരിച്ചല്ലോ. ദൈവം ഹൃദയങ്ങളെ കാണുന്നവന്. അങ്ങനെ ഇതെല്ലാം മൂടി വെച്ച് മാന്യനായി, ഭക്തനായി, വിശുദ്ധനായി അഭിനയിച്ചു കഴിയുന്ന കാലം. ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു പ്രവാചകനെ അയക്കുകയാണ് നാഥാൻ പ്രവാചകൻ. അദ്ദേഹം ഒരു കഥയിലൂടെ രാജാവിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയാ ദാവീദ് പശ്ചാത്തപിച്ചു, തൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ചു, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പശ്ചാത്തപിച്ചു. എന്നിട്ട് അദ്ദേഹം സങ്കീർത്തനം എഴുതി. ആ സങ്കീർത്തനത്തിലെ ചില ഒരു വാക്യം ഒരു സുഹൃത ജപം പോലെ ഓരോ ഈശ്വരവിശ്വാസിയും കൂട്ടത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു സുഹൃത്ത് ജപമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ദാവീദിൻ്റെ ആ പ്രാർത്ഥന. 51 സങ്കീർത്തനത്തിലെ 10ാമത്തെ വാക്യമാണ് ആ പ്രാർത്ഥനയിലുള്ളത്. ദാവീദ് പറയുകയാണ്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നിർമ്മലമായ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ മാറ്റമില്ലാത്ത രോഗത്തിൽ, തകർച്ചയിൽ അതിന് മാറ്റമില്ല. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. കുറ്റിക്കാട്ടിൽ ആടുമേച്ച് നടന്ന എന്നെ അങ്ങ് തിരഞ്ഞെടുത്ത് ഇസ്രായേലിന് രാജാവാക്കിയതാണ്. ഞാൻ വളരെ ഹീനമായൊരു പ്രവൃത്തി ചെയ്തു, അത് മറയ്ക്കാൻ അതിനേക്കാൾ ഹീനമായ മറ്റൊരു പ്രവൃത്തി ചെയ്തു. ഇതിൻ്റെ പേരിൽ എന്നെ തള്ളിക്കളയരുത്. ഒരു യാചനയാണ്. അതിനുശേഷം പറയുകയാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഞാൻ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അങ്ങയുടെ ആത്മാവിന്, ദൈവത്തിൻ്റെ ആത്മാവിന് എനിക്ക് ദാനമായിട്ട് തന്നത്, അന്ന് പ്രവാചകൻ തൈലം അഭിഷേകം ചെയ്തപ്പോൾ എനിക്ക് തന്ന പരിശുദ്ധാത്മാവിന് ഈ പ്രവൃത്തിയുടെ പേരിൽ എന്നിൽ നിന്ന് നീക്കം ചെയ്യരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. 2 തരത്തിലുള്ള സന്തോഷമുണ്ട്. ഒന്ന്, സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു സന്തോഷമുണ്ട്. ലോക സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. മദ്യപിക്കുമ്പോൾ, മറ്റ് തിന്മ ചെയ്യുമ്പോൾ ഓരോ പാപത്തിനും ഒരു സന്തോഷം നൽകാൻ കഴിവുള്ളത് കൊണ്ടാണ് ആൾക്കാർ വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നില്ല. ആരെങ്കിലും പോവുമോ പാപം ചെയ്യാൻ? ആ സുഖത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ഹെബ്രായർ 11:25 ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ മാത്രമുള്ളൊരു പൈശാചികമായൊരു സുഖം അത്. എന്നാൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ദൈവസ്നേഹത്തെ പ്രതി തൻ്റെ വിലയും നിലയും മനസ്സിലാക്കി, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഒരു സുഖമല്ല കിട്ടുന്നത്, ഒരാനന്ദം കിട്ടുന്നു. ആ ആനന്ദം പരിശുദ്ധാത്മാവുള്ള ആനന്ദമാണ്. അത് ക്ഷണിക നേരത്തേക്കല്ല, അത് ശാശ്വതമാണ്. ഇപ്പം ദാവീദിൻ്റെ പ്രാർത്ഥന ഇതാണ്, ഞാൻ പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചപ്പോൾ
എനിക്ക് കിട്ടിയ ആനന്ദം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പാപം ചെയ്ത് ഇത് മൂടി വെച്ച് കപടഭക്തനായി ജീവിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരവും വിങ്ങലും അതും എൻ്റെ മുൻപിലുണ്ട്. എനിക്കൊരിക്കൽ കൂടി ആ രക്ഷയുടെ സന്തോഷം, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ മരണം വരെ ഞാനത് കൈവിട്ട് കളയില്ല. ഇതാ പ്രാർത്ഥന. ഈ പ്രാർത്ഥന തമ്പുരാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു രാജാവ് തെറ്റ് ചെയ്താലും അവൻ ദൈവത്തിന് മുമ്പിൽ എന്തുമാത്രം വിനീതനാകുക, ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ ഓരോ വാക്കിലും ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഒരു അനുതാപിയിൽ നിന്ന് ഉയരേണ്ട ചിന്ത, പ്രാർത്ഥന ആ വാക്കിലുണ്ട്. എന്നിട്ട് ഈ ദാവീദിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ ബൈബിളിൽ? അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജസ്സയുടെ മകനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. ഇതൊക്കെ ദൈവം മറന്നു. ഈ കൊലപാതകവും ഈ തെറ്റൊക്കെ അനുതപിക്കും. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇരിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം പ്രദർശിപ്പിക്കുന്നത്. ഏത് വൃത്തികേടും കാണിച്ച് നടക്കുമ്പോൾ അതേ അവസ്ഥയിൽ ഇതിനെ അംഗീകരിക്കുന്നതല്ല ദൈവത്തിൻ്റെ കാരുണ്യം. ഏത് വൃത്തികേട് കാണിക്കുന്ന മകന് തിരിച്ചു വരുമ്പോൾ മാറോടണയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ദൈവവചനത്തിനെതിരായിട്ട്, തിരുസഭയുടെ പഠനത്തിനെതിരായിട്ട് താന്തോന്നിയായി ജീവിക്കുമ്പോൾ അവനെ മാറോടണയ്ക്കുന്ന, അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ തെറ്റിനോടുകൂടി അംഗീകരിക്കുന്നതല്ല, ആ തെറ്റാ വ്യക്തി അനുദപിക്കുമ്പോൾ അവനെ മാറോടണയ്ക്കുന്ന സ്നേഹം. ഇത്രയും വലിയ 2 തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ച ദാവീദിനെക്കുറിച്ച് പറയുന്നത്, അവനിൽ എൻ്റെ മനസ്സിനിണങ്ങിയ, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തുന്നു. ഇതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, നമ്മൾ കത്തോലിക്കരായതുകൊണ്ട് എന്തും ആകാം, അങ്ങനെ ലൈസൻസ് ദൈവം തന്നിട്ടില്ല. മറ്റൊരു വ്യക്തി കത്തോലിക്കനല്ലാത്തതുകൊണ്ട്, ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ട് അവനെ ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. ദൈവത്തിന് മുഖംനോട്ടമൊന്നുമില്ല. ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസ് എന്ന് പറയുന്നൊരു വിജാതിയൻ സൈന്യാധിപനാണ്. എന്നാൽ ദൈവം ഒരു ഈശ്വരവിശ്വാസിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദാനധർമ്മം ചെയ്യുമായിരുന്നു, കൃത്യമായിട്ട് സമയം തെറ്റാതെ പ്രാർത്ഥിക്കുമായിരുന്നു, പാപങ്ങളോട് കരുണയുള്ളവനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. പക്ഷെ അവൻ വിളിച്ചത് യഹോവേ എന്നോ യേശുവേ എന്നോ കർത്താവേ എന്നൊന്നുമല്ല. അവൻ്റെ മതത്തിൽ അവന് കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനം ഉണ്ടാകുക. ഒരു മാലാഖ പറയുകയാണ്, കൊർന്നേലിയസേ, നിൻ്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് മാത്രം മതി നീ ചിന്തിക്കരുത്. നിനക്കറിയാതെ പോയ ചില കാര്യങ്ങൾ കൂടി നീ അറിയണം. അത് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട്. യോപ്പായിലേക്ക് ആളയച്ച് ശിമിയോൻ പത്രോസിനെ വരുത്തുക, അവൻ പറഞ്ഞു തരും. അപ്പോൾ വിജാതിയൻ്റെ വീട്ടിൽ യഹൂദനായ പത്രോസിലേക്ക് പോകാൻ പറ്റില്ല. അതിന് ദൈവം ഒരു ദർശനം കൊടുത്ത് അയാളെ പഠിപ്പിക്കുകയാണ്. നീ മതത്തിൻ്റെ മതിൽക്കെട്ട് വെച്ച്, ജാതി വെച്ച് മനുഷ്യനെ വേർതിരിക്കരുത്. എല്ലാം ദൈവമക്കളാണ്, ഒക്കെ ദൈവത്തിൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ സന്ദേശം ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പോകാനായിട്ടൊരുങ്ങി. അങ്ങനെ പത്രോസ്ലിയ കൊർന്നേലിയസിൻ്റെ വീട്ടിൽ വരുന്നെന്ന് കേട്ടപ്പോൾ നാനാജാതി മതസ്ഥർ അവിടെ തടിച്ചുകൂടി. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ, പത്രോസ്ലിയ ആ വീട്ടിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ശ്രോതാക്കളെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് താണിറങ്ങി. അവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യഹൂദന്മാർക്ക് അത്ഭുതം. യഹൂദന്മാർ ചിന്തിച്ചത് ദൈവവും ദൈവരാജ്യമൊക്കെ ഞങ്ങളുടെ കുത്തകയാണ്, ഇതിന് മറ്റാർക്കും അവകാശമില്ലെന്ന്. പക്ഷെ വിജാതിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഭാഷാവരത്തിൽ സ്തുതിക്കുന്ന കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പത്രോസ്ലിയ പറഞ്ഞു, സത്യമായും ദൈവത്തിന് മോഹനോട്ടമില്ല. അവൻ ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനാണ്. അതുകൊണ്ട് മോനെ കൊർന്നേലിയസേ, നീ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ അവന് മാമോദീസ കൊടുക്കുകയാണ്. അത് പൂർണ്ണതയിലേക്ക് വരികയാണ്. യേശുവിൻ്റെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുകയാണ്. യേശുവിൻ്റെ തിരിശരീര രക്തം സ്വീകരിക്കാനുള്ള യോഗ്യത കിട്ടുകയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത പൂർണ്ണതയിൽ കിട്ടുകയാണ്. ഇപ്പോൾ ബൈബിൾ പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം എന്തും ആകാമെന്നില്ല, ഇനി ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ട് മാത്രം ദൈവകൃപ കിട്ടിക്കൂടുന്നില്ല. പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജോഷയുടെ പുസ്തകം അധ്യായം 3:5 പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും.
യോശുവയുടെ പുസ്തകം അധ്യായം 3:5. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഈ ധ്യാനങ്ങളിലൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. തളർവാദ രോഗികൾ എഴുന്നേറ്റ് സ്റ്റേജിൽ കയറി സാക്ഷ്യപ്പെടുത്തുന്നു. ക്യാൻസർ രോഗികൾ സുഖപ്പെട്ട് ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റുമായി വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഇതിനു മുൻപ് ഉത്തരം കിട്ടാതിരുന്നത് എന്താണ്? ഈ രോഗശാന്തി മാത്രമേ പലപ്പോഴും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഈ ദൈവത്തിൻ്റെ ആ ശക്തി കടന്നു വരാനുള്ള തടസ്സം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മളെ ധാരാളം പേരെ അശുദ്ധരാക്കുന്ന ഒരു പാപമാണ് വെറുപ്പ്, വിദ്വേഷം എന്ന് പറയുന്നു. ദൈവവചനം പറയുകയാണ് ഹെബ്രായർ 12:15, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ഈ അശുദ്ധി എന്ന് പറയുന്ന 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം മാത്രമല്ല, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ഈശോ പഠിപ്പിക്കുകയായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 7:8 വാക്യം, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവിടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഈ വ്യക്തി പ്രാർത്ഥനയിൽ യാതൊരു പിശുക്കും കാണിക്കുന്നില്ല, സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നൊവേനയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ ഹൃദയം വളരെ ദൂരെയാണ്, ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം ദൂരെയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കണ്ടത്. വെറുപ്പ്, വിദ്വേഷം വഴി മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാകുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് നിരക്കാത്ത ചിന്തകൾ മൂലം നമ്മുടെ ഹൃദയം അശുദ്ധമാകാം. യാക്കോബിന്റെ ലേഖനം അധ്യായം 1:15 വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ചിന്തകൾ വഴി, നമ്മളിൽ ചില തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ താലോലിക്കുമ്പോൾ ഈ ചിന്തകൾ വഴി നമ്മുടെ ഹൃദയം ഇപ്പോഴും മലിനമായിരിക്കുകയാണ്. ആ ചിന്ത നമ്മൾ ഉപേക്ഷിക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ആ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുന്നു. യാക്കോബിന്റെ ലേഖനം അധ്യായം 1:15, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ അത് മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പം നമ്മളിൽ ചിലരെങ്കിലും ഹൃദയം അശുദ്ധമായിരിക്കുന്നത് ചില തെറ്റായ ചിന്തകൾ വഴി അശുദ്ധമായിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 37 ദൈവവചനം പറയുന്നത് 16 മുതൽ ഇങ്ങനെയാണ്, ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, ജീവനും മരണവും നന്മയും തിന്മയും. അപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് പ്രവൃത്തിപഥത്തിലേക്ക് വന്നിട്ടില്ലാത്ത, നാളെ പ്രവൃത്തിയിലേക്ക് വരാൻ സാധ്യതയുള്ള, എനിക്ക് നിത്യജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില അണലി കുഞ്ഞ് ഇപ്പോഴെൻ്റെ ഹൃദയത്തിൽ ചില തിന്മകൾ ചിന്തയിലായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചിന്ത നശിപ്പിച്ച് കഴിയുമ്പോൾ അതുവഴി ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരിക. ഇപ്പോൾ ബൈബിൾ പറയുകയാണ്, ഈശോയുടെ വചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പം നമ്മൾ എവിടെ എത്ര ധ്യാനത്തിൽ പങ്കെടുത്തുന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ കരുണയും സ്നേഹവും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്ന് നമ്മൾ ദൈവത്തെ തേടുമ്പോൾ നിശ്ചയമായിട്ടും ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് സഭയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നു. പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും തടസ്സം വരാൻ സാധ്യതയുള്ളത് ചില മനുഷ്യബന്ധങ്ങൾ നിൽക്കുമ്പോൾ, സ്നേഹബന്ധങ്ങൾ നിൽക്കുമ്പോൾ അത് സ്വർഗവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് തടസ്സമായി മാറുന്നു. വീട്ടിലെ ഫ്യൂസ് തകർന്നാൽ പൗറോസുമായിട്ടുള്ള ബന്ധമാണ് നഷ്ടപ്പെടുന്നത്. ഇതുപോലെ ഒരു മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം അത് പോകുമ്പോൾ സ്വർഗവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുന്നു വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുവിൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മനം നൊന്ത് നിന്നെ ശപിക്കാൻ നീ ആർക്കും അവസരം കൊടുക്കരുത്. മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. അത് അമ്മായിമ്മയായാലും മരുമകളായാലും നാത്തൂനായാലും അയൽവാസിയായാലും ഭർത്താവായാലും ഭാര്യയായാലും വേലക്കാരനായാലും അധികാരിയായാലും അവരുടെ മനസ്സിന് വേദന തട്ടത്തക്ക രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ
ചിലർക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഏതെങ്കിലും രീതിയിൽ. ഒരു രീതിയിലും എന്നോട് ഒരു പ്രതികാരവും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അപ്പം ആ വ്യക്തികൾ നമ്മൾ മുഖാന്തരം വേദനിക്കാനിടയായാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കൊരു തടസ്സമാകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നതിനും ഒരു തടസ്സമാകാം. പ്രഭാഷണൻ്റെ പുസ്തകം 34:24. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കേണ്ടത്? ഒരു വ്യക്തി പ്രാർത്ഥിക്കുക, പല സ്ഥലത്ത് പോയി കണ്ണീരോടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. കാരണം എൻ്റെ പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ട് വേറെ ആൾ വേദനിക്കുക, അയാൾ രക്തത്തിൻ്റെ കണ്ണുനീരൊഴുക്കുക അപ്പുറത്തിരുന്ന്. ഞാനിവിടുന്ന് നേർന്ന് പ്രാർത്ഥിക്കുക, ഉത്തരം കിട്ടുന്നില്ല. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈശോ പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ആ ദാവീദിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായിരുന്ന അവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആ രക്ഷയുടെ സന്തോഷം, ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോഴുള്ള ആ സന്തോഷം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴുള്ള ആ സന്തോഷം, അതൊരിക്കൽ കൂടി എനിക്ക് തരണമേ. ആ സന്തോഷം മരണം വരെ കൈവിടാതെ, ഇനി മരിക്കേണ്ടി വന്നാലും. വിശുദ്ധ മരിയ ഗോരേത്തി രക്തസാക്ഷിയായതുപോലെ, പാപം ചെയ്യാതിരിക്കാൻ രക്തസാക്ഷിയായതുപോലെ, ഇനി മരിക്കേണ്ടി വന്നാലും ആ രക്ഷയുടെ സന്തോഷം കൈവിടാതെ ഒരു നിർമ്മലമായ ഹൃദയം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ കൃപാവരം പരിശുദ്ധാത്മാവുടെ എന്നിൽ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കുത്തിത്തുറക്കപ്പെട്ട തിരുഹൃദയത്തിലെ ആ സ്നേഹജ്വാല എൻ്റെ ഹൃദയത്തിലെ ഇന്നലകളിലെ മ്ലേച്ഛതകളും ദുഷ്ടതയും കത്തിച്ചാമ്പലാക്കി ആ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടതുപോലെ ആ രക്തം കൊണ്ട്, ആ ജലം കൊണ്ട് കഴുകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വാസയോഗ്യമായ ഒരു ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. അതുവഴി ഈ ഭൂമിയിൽ തന്നെ ഞാൻ ദൈവരാജ്യ അനുഭവം മുൻകൂട്ടി അനുഭവിക്കട്ടെ. ആ ദൈവരാജ്യത്തിൽ ഞാൻ ജീവിക്കട്ടെ. നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. ആമേൻ.